ഹായ് ഫ്രണ്ട്സ്, മിസ് കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ചിക്കൻ മപ്പാസാണ് ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ആദ്യമായി ചിക്കൻ നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. അതിലേക്ക് ഉരുളക്കിഴങ്ങ് വരിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാല, മല്ലിപ്പൊടി, അല്പം വെള്ളവും ചേർത്ത് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടുപ്പിലേക്ക് വയ്ക്കാം. ഒരു വിസിൽ അടിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാവുന്നതാണ്. അടുത്തതായി ഫ്ലെയിം ഓൺ ആക്കി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായതിനു ശേഷം കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, ബേ ലീഫ് ഇവ ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ചെറിയ ഉള്ളിയും ചേർത്ത് വഴറ്റി കൊടുക്കാം. അടുത്തതായി സവാള, ഇഞ്ചി വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, ക്യാരറ്റ്, കറിവേപ്പില ഇവ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. അടുത്തതായി ഇതിലേക്ക് ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ് ഇവ ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കാം. ഇനി വെന്തുവെച്ച ചിക്കനും ഉരുളക്കിഴങ്ങും മസാലയിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അതിലേക്ക് രണ്ടാം പാൽ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് തിളപ്പിക്കാം. ഒന്ന് രണ്ട് മിനിറ്റുകൾക്ക് ശേഷം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ അല്പം കറിവേപ്പില, പച്ച വെളിച്ചെണ്ണ ഇവ ചേർത്ത് 1-2 സെക്കൻഡുകൾ അടച്ചു വച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തു ചേർക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും അളവുകളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവസാനമായി ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും പെരിഞ്ജീരകവും മൂപ്പിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കാനും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.